നമസ്കാരം. കേശു കുഞ്ഞുങ്ങളോടാണ്. ആവശ്യമില്ലാതെ ഏതെങ്കിലും ക്യാമ്പസിൽ ചെന്ന് ഇനി SFIക്കാരെ ചൊറിഞ്ഞാലേ തടി കേടാവുന്നല്ല മഷിയാകുന്ന അവസ്ഥ ഉണ്ടാവുകയെ അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല എന്ന് പറയരുത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാടായി ITIയിൽ, തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസുകളിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഇടങ്ങളിൽ, കോഴിക്കോട് ലോ കോളേജ്, ഇവിടെ എല്ലാം ചെന്ന് SFIക്കാരെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ചൊറിഞ്ഞതിന് ശേഷം അവരെ കയ്യിരിക്കുന്ന കുത്ത് മനഃപൂർവ്വം വാങ്ങിയതിന് ശേഷം ഇരവാദം പറയുകയാണ്. ആവശ്യമില്ലാതെ പിള്ളേരെ ഉപദ്രവിച്ചുകൊണ്ട് പ്രശ്നം സൃഷ്ടിക്കുക, അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അതായത് തുടക്കം എങ്ങനെയാണ് എന്ന് മിണ്ടാതിരിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. അതിനാണിപ്പോ SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആർഷ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് സതീശന്റെ വാക്കും കേട്ടുകൊണ്ട്, സതീശന്റെ നിർദ്ദേശാനുസരണം, സതീശനും സംഘവും തെരുവിൽ കിടന്ന് അടിക്കുന്ന പല പ്രശ്നങ്ങളെയൊക്കെ മറയ്ക്കാൻ വേണ്ടി കുട്ടിക്കുരങ്ങന്മാരെ പറഞ്ഞു വിടും പോലെ പറഞ്ഞു വിട്ട് മാക്സിമം തല്ലുകൊള്ളുക. ഞാൻ ക്യാമറയും സംഘവുമായിട്ട് വന്നിട്ട് അവിടെ ഒരു വീഡിയോ ഷൂട്ട് നടത്തും, മാപ്ര കോളിന്റെ മുന്നിൽ വൈകാരികമായിട്ട് എന്റെ കുട്ടികൾ എന്നുള്ള രീതിയിൽ ഈ അലവലാതിത്രം കാണിക്കുന്നവന്മാരെ എല്ലാം ന്യായീകരിക്കും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇനി കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഒരു വിട്ടുവീഴ്ചയില്ല, പ്രതിരോധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രതിരോധം ചിലപ്പോൾ മടലിനാകാം, ആ പ്രതിരോധം ചിലപ്പോൾ കൈകൊണ്ടാകാം, ചിലപ്പോൾ എന്താണ് കൈ കിട്ടുന്നത് അത് വെച്ച് പ്രതിരോധിക്കും. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം പറയാനുള്ളത്, തിരിച്ച് നിങ്ങൾക്ക് അത് പ്രതിരോധിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ചെവിക്കല്ലായിരിക്കും പ്രതിരോധിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നെഞ്ചത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തറയിൽ കിടന്ന് മഷിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്, ആവശ്യമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കുറെ മാപ്രകൾ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ ചെയ്താൽ എന്തും വാർത്തയാണ്, ഞങ്ങൾ ചെയ്താൽ എന്തും ബ്രേക്കിംഗ് ആണ് എന്ന് ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കാട്ടിക്കൂട്ടുന്ന ആ തോന്നിവാസങ്ങൾ വെച്ച് നടത്താനാണ് പരിപാടിയെങ്കിൽ പൊന്നു മോനെ ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. കേരളത്തിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വളരെ ആസൂത്രിതമായി ആക്രമണം അഴിച്ചുവിടുന്നതിനു വേണ്ടിയും ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടിയും KSU കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിന്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതിന്റെ അനുഭവമാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പല ക്യാമ്പസുകൾക്കകത്തു നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇന്നലെ കണ്ണൂർ ITIക്കകത്ത് ഉണ്ടായിട്ടുള്ള സംഘർഷം. വളരെ സമാധാനപരമായ സാഹചര്യമായിരുന്നു ക്യാമ്പസിനകത്ത് നിലനിന്നിരുന്നത്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ എത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ അനുവാദത്തോടു കൂടി തന്നെ ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റ് കവർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു, അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാരവാഹികൾ ക്രിമിനൽ സംഘങ്ങളോടൊപ്പം ITIയിലേക്ക് പോയിട്ടുള്ളത്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ ITIക്കകത്ത് ഇന്നലെ സംഘർഷമായിട്ടുള്ളത്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ അത് അതിരുവിട്ട് തെരുവിൽ തമ്മിലടി എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയും പ്രതിപക്ഷ നേതാവ് തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കണ്ണൂർ ITIക്കകത്ത് സംഘർഷം ഉണ്ടായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ക്യാമ്പസിലേക്ക് പോരുന്നതിന് മുൻപ് നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളെയും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ ആ സംഘർഷം ഉണ്ടായി എന്നുള്ള വിവരം കിട്ടിയതിനു ശേഷമല്ല ക്യാമ്പസിലേക്ക് എത്തുന്നത്. സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാർത്ത ഞങ്ങൾ തരാം എന്ന നിലയിലേക്ക് മാധ്യമ പ്രവർത്തകരെ അടക്കം ബന്ധപ്പെട്ട് കൃത്യമായി നിങ്ങളെ മുഴുവൻ ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചതിന് ശേഷം വളരെ ആസൂത്രിതമായി ക്യാമ്പസിനകത്ത് സംഘർഷം ഉണ്ടാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ തുടർച്ചയിൽ ഞങ്ങളുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ശിരസിന് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ഇന്നലെ രാത്രി അദ്ദേഹം സർജറിക്ക് വിധേയനാവുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഏറ്റവും സമാധാനപരമായി മുന്നോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പിലേക്കടക്കം കടക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു നിലയ്ക്കും ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. എന്നാൽ വളരെ ബോധപൂർവം ക്യാമ്പസിനകത്ത് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും ഏകപക്ഷീയമായി ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയും തീരുമാനമെടുത്തത് നടപ്പിലാക്കിയാൽ ഇവർക്കുള്ള ധൈര്യം കേരളത്തിലെ മാധ്യമങ്ങളാകെ ഏകപക്ഷീയമായി അവർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. ഇന്നലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും വളരെ ആസൂത്രിതമായി KSU ആവിഷ്കരിച്ചതാണ് സംഘർഷം എന്നുള്ള നിലയ്ക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നത് SFI ഏകപക്ഷീയമായി ITIക്കകത്ത് ആക്രമണം അഴിച്ചുവിട്ടു എന്ന നിലയിലേക്കുള്ള വാർത്തയാണ്. അത് പോയ കാലത്ത് മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ KSUവിന് നൽകുന്ന പരിരക്ഷയാണ്, അതിന്റെ തുടർച്ചയാണ്. ആ പരിരക്ഷ ലഭ്യമാകും എന്ന വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും ഈ നിലയിലുള്ള ആക്രമണ പരമ്പരകൾക്ക് ഇക്കൂട്ടർ നേതൃത്വം നൽകുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഞങ്ങളുടെ മുൻപിലുള്ള മാർഗം.
ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ, ഞങ്ങളുടെ പ്രവർത്തകരുടെ ശരീരത്തിൽ നിന്ന് ചോര കിനിയുന്ന നിലയുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധം കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഞങ്ങൾ തീർക്കും. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ദിവസം തന്നെയാണ് കോഴിക്കോട് ലോ കോളേജിനകത്ത് എസ്എഫ്ഐയുടെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നത്. ഇത് തുടർച്ചയായിട്ടുണ്ടാകുകയാണ്. ഇവർ പറയുന്നു അവരെ ഞാൻ ഒരു ക്യാമ്പസിനകത്ത് കേസ് ഉൾപ്പെടെ ഏത് വിദ്യാർത്ഥി സംഘടനയ്ക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ അനുവദിക്കാനോ അനുവദിക്കാതിരിക്കാനോ ആളുകളല്ല ഞങ്ങൾ എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇപ്പോ ഇന്നലെ 2 തെരഞ്ഞെടുപ്പ് കേരളത്തിനകത്ത് നടന്നിട്ടുണ്ട്. മുഖ്യധാര മാധ്യമങ്ങൾ ആകെ തമസ്കരിച്ച 2 തെരഞ്ഞെടുപ്പുകൾ. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് പൂക്കോട് വെറ്റിനറി ക്യാമ്പസിനകത്തുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്. ആഴ്ചകളോളം മാസങ്ങളോളം SFIയെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ക്യാമ്പ് ചെയ്തത് പൂക്കോട് വെറ്റിനറി കോളേജിന്റെ മുന്നിലായിരുന്നു. ആഴ്ചകളോളം അവിടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആകെ ക്യാമ്പ് ചെയ്തു. ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഴുവൻ സീറ്റിനകത്തേക്കും ക്യാമ്പസിലെ 25 പോസ്റ്റിലേക്കും ആ വിദ്യാർത്ഥികൾ SFI മതി, ഞങ്ങൾ നയിക്കാൻ SFI മതി എന്ന തീരുമാനമെടുത്ത് ഞങ്ങൾ വിജയിക്കുക. കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത തമസ്കരിക്കുകയാണ്. സ്വാഭാവികമായും അവിടെ മറ്റ് സംഘടനകളൊന്നും നോമിനേഷൻ കൊടുക്കുന്നില്ല. ഇപ്പൊ KSUവിനെ സംബന്ധിച്ച് അവർ വലിയ സമരം നടത്തിയതാണ്. അതിന്റെ തുടർച്ചയായി ക്യാമ്പസിനകത്ത് ഇടപെടുമെന്ന് പ്രഖ്യാപിച്ചതാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ KSUവിന് നോമിനേഷനുമായി പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമങ്ങളും ലൈവ് കവറേജ് കൊടുക്കുമെന്നുള്ളതിനകത്ത് ഒരു തർക്കമില്ല. പക്ഷെ അവരതിന് തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് അതിനുള്ള പിന്തുണയില്ല. KSU പാനൽ മത്സരിക്കാൻ വേണ്ടി പോലും താല്പര്യമില്ല എന്നുള്ള നിലയിലേക്ക് വിദ്യാർത്ഥികൾ അവരെ അകറ്റി നിർത്തുകയാണ്. അത് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ നിലയിൽ പൂക്കോട് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിങ്ങൾ തമസ്കരിക്കുന്നു. ഇന്നലെ തന്നെ സംസ്കൃത സർവകലാശാല, കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊന്ന് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചു വരികയാണ്. ഇതുൾപ്പെടെ തമസ്കരിച്ചുകൊണ്ടും ഏകപക്ഷീയമായി SFIക്കെതിരായിട്ടുള്ള വാർത്തകൾ ചമച്ചുകൊണ്ടും KSU അഴിച്ചുവിടുന്ന ആക്രമണ പരമ്പരകൾക്ക് എല്ലാ നിലയ്ക്കുമുള്ള പിന്തുണ കൊടുത്തുകൊണ്ടും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഇടപെടേണ്ട ആളുകളല്ല. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവുമായി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചരണവുമായി മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നിന്ന് KSU പിന്മാറണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം ഞങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുക. നിങ്ങളുടെ അടുത്തല്ല സഹതാപം. സതീശന്റെ അടിമകളായിട്ട് സതീശ് ഇപ്പോ നാളെ വച്ച് വാഴിക്കാന്നൊക്കെ പറഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരടുത്തോ പഴയ ആൾക്കാരടുത്തൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി. പലരും ഇപ്പോഴും ഈ KSU കിടന്ന അടിയും കൊണ്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ചെന്ന അടിയും കൊണ്ടിട്ട് ഗതി കിട്ടാതെ അലയുന്നുണ്ട്. അതിലൊരു രാഹുൽ മാങ്കൂട്ടം ഷോഫി അടിമയായതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. അതിനപ്പുറത്തേക്ക് ഒരെണ്ണം പോലും ഇതുവരെ നിയമസഭയുടെ ഗേറ്റ് അല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം, വിഷമം നിങ്ങളുടെ അടുത്തല്ല, പാവപ്പെട്ട കുറെ അച്ഛനമ്മമാരുടെ അടുത്താണ്. അതായത് ഈ പാവപ്പെട്ടവരെ ഒരു രാഷ്ട്രീയ ആശയവും ഇല്ലാതെ ഇല്ലാത്ത വിഷയങ്ങൾ, ഇപ്പൊ സമരം വേണ്ട, പ്രതിഷേധം വേണ്ട, ഒന്നുമല്ല, പക്ഷെ ഇല്ലാത്ത കാര്യത്തെ ഉണ്ട് എന്ന നിലയ്ക്കൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അനാവശ്യമായിട്ട് സംഘർഷമുണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കുക, ഇതിനു വേണ്ടി ചെല്ലുമ്പോൾ അവർ ഇന്നലകളിൽ കഷ്ടപ്പെട്ട തടിയാണ്. അല്ലാതെ നിന്റെ ഒന്നും കൈയിരിക്കുന്ന ഒന്നും കൊണ്ട് ഉണ്ടായതല്ല. അവർ പാവപ്പെട്ടവര് ജോലിക്ക് പോയി ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൽ കഴിച്ചുണ്ടായ തടിയാണ്. അതിനെ കൊണ്ടുപോയി ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കേടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്, ആഹാരത്തിന്റെ കുറവല്ല നമ്മുടെ നാട്ടിൽ പറയും. അതുകൊണ്ടാണ് ഇപ്പോ പലയിടങ്ങളിലും KSUക്കാർ പ്രശ്നമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചാവേർ സ്റ്റൈലിലാണ്. പോയി തല്ലുകൊള്ളടാ, തല്ലുകൊണ്ടാലേ നേതാവാവൂ, പോയി തല്ലു മേടിച്ച് കൈയൊടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ടിനും പിന്നെ എനിക്കും മാപ്രകളുടെ കോലിന് മുന്നിൽ 5 ഡയലോഗ് അടിക്കാൻ പറ്റും. ഇതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് വാങ്ങിച്ച് വെച്ചടത്തുക, കുറച്ചേ ദിവസം ആ പാവപ്പെട്ട വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആശുപത്രിക്ക് കൊടുക്കാം, പിന്നെ കേസാകുന്നതിന് അവർ തന്നെ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ടുവന്ന് വക്കീലിന് കൊടുക്കാം. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോ കോളേജുകളോ ക്യാമ്പസുകളോ ആകുമ്പോൾ പ്രശ്നം ഉണ്ടാകില്ല എന്നല്ല, പക്ഷെ പ്രശ്നങ്ങൾ വേണം. അന്തസ്സുള്ള വിഷയങ്ങളിൽ പ്രശ്നം നടത്തണം. ഇത് പലയിടങ്ങളിലും അന്തസ്സുള്ള വിഷയങ്ങളിലല്ല. സംഘപരിവാറുമായി കൂട്ടുകച്ചവടം നടത്തി ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ ചിലരൊക്കെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ ഒരിടങ്ങളിലും പ്രവർത്തിച്ച് ഞങ്ങൾ കടന്നു വരുമെന്നുള്ള ഒരു രീതി നിങ്ങൾ അവലംബിക്കുന്നില്ല. കുറെ ക്യാമറകൾക്ക് മുന്നിൽ ഉടയാത്ത ഡ്രസ്സ് വിട്ട് എല്ലാ കാലത്തും പൗഡർ കുട്ടപ്പന്മാരായി വന്ന് തടി കേടാക്കുന്ന ഈ പ്രവർത്തനം, അത് ഈ ചൊറിഞ്ഞ് ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയിട്ട് ആ പ്രശ്നം പുറത്തു വരാതെ ഞങ്ങൾക്ക് തല്ലുകൊണ്ട് മാത്രം പുറത്തു വരുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനമെങ്കിൽ വല്ലാത്ത കഷ്ടമായി പോവും. അതുകൊണ്ട് പിള്ളേരെല്ലാം ഇനിയിപ്പോ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ കൂടി ഒന്ന് ആലോചിച്ചിരിക്കുന്നത് നല്ലതാണ്. സതീശനൊന്ന് ജീവിതത്തിൽ ഒരടി കൊള്ളാതെ ഇത്രയും വലിയ നേതാവായതാണ്. കാര്യം വെട്ടിയെടുത്ത് നേതാക്കന്മാരായതാണ്. അതുകൊണ്ട് സതീശന്റെ ഒക്കെ വാക്ക് കേട്ടുകൊണ്ട് ചാടാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ല, ഒരു കേസ് പോലും ഇതുവരെ വരാത്തൊരു മഹാനാണ്. അപ്പോ മനസ്സിലാക്കുക, ധൈര്യം തന്ന് കുഴി ചാടിക്കുകയാണ്, അപകടത്തിൽപ്പെടുത്തുകയാണ്. അത്തരം അപകടത്തിൽ ചെന്ന് പെട്ടാൽ നഷ്ടപ്പെടാനുള്ളത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണെന്ന് മനസ്സിലാക്കുക. കാര്യം ഒരു ക്യാമ്പസുകളിൽ ഇപ്പൊ KSU എന്ന് പറഞ്ഞ സാധനം മഷിയിട്ട് നോക്കിയാൽ എവിടെയൊക്കെയോ കാണുന്നുണ്ട്. അത് യൂത്തുവന്മാരെയും കൂടി കൊണ്ടുവന്നിട്ടാണ് ഈ ആളെ കൂട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സംഘടനയോട്
എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ മനോഭാവം എന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പണി നിർത്തി വീട്ടുകാർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുമെന്ന് പറയേണ്ടി വരികയാണ്.